ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചി ആരതിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ സച്ചി ഇപ്പോൾ ആരതിയോട് തുറന്നു പറയുകയാണ്. അർച്ചനയും മോളുമില്ലാതെ ഇത്രയും ദിവസങ്ങൾ തള്ളി നീക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നെല്ലിശ്ശേരി വീട്, ബിസിനസ്, ഞങ്ങളുടെ എല്ലാമെല്ലാമായ അച്ഛൻ, പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ കുടുംബം എല്ലാം പോയി. എൻ്റെ ജീവിതത്തിൽ നിന്നും അർച്ചന പോയതോടു കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചതും ഞാൻ തോറ്റുപോയതും എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സച്ചിയുടെ കാത്തിരിപ്പ് അവസാനിച്ചില്ലേ? സച്ചിയുടെ മോളും അർച്ചനയും ഇപ്പോൾ തൊട്ടരികിൽ തന്നെ ഇല്ലേ? ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എന്നിട്ടും അവൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നില്ലല്ലോ. അർച്ചന എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എനിക്ക് ഗൂഗിൾ സാറിൻ്റെ വാക്കിൽ വിശ്വാസമുണ്ട്. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ സച്ചിയുടെ ഈ കാത്തിരിപ്പ് എന്ന് ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് ഗൂഗിൾ സാറിൻ്റെ കാര്യത്തിലല്ല, അർച്ചനയുടെ കാര്യത്തിലാണ് എൻ്റെ സംശയം. അർച്ചനയ്ക്കിനി ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് വക്കീലിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റുന്നില്ലല്ലേ? ഇതേ ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിലും. അങ്ങനെ സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും ഞാൻ ഇനിയും കാത്തിരിക്കണോ? എൻ്റെ കൺമുന്നിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്. പക്ഷേ അവരാരും എൻ്റെ ആരുമല്ല. അവരുടെ മേലിൽ എനിക്ക് ഒരവകാശവുമില്ല. അവർക്ക് ഞാൻ ആരുമല്ലാത്തവൻ. എൻ്റെ കൺമുന്നിൽ വേറൊരാളുടെ ഭാര്യയും മകളുമായിട്ട് അവർ ജീവിക്കുന്നു. എൻ്റെ അർച്ചനയും മോളുമില്ലാതെ പിന്നെന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം? എനിക്കിനി ജീവിക്കേണ്ട വക്കീലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ആരതിയോട് വളരെയധികം സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കരുത്. പെട്ടെന്നൊരു ദിവസം അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാലോ? അപ്പോൾ അർച്ചന സച്ചിയുടെ അരികിലേക്ക് ഓടി വരില്ലേ? വരും, അതെനിക്ക് ഉറപ്പുണ്ട്. സച്ചി തോറ്റു പോകരുത് എന്ന് ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ കുടുംബം എൻ്റേതാണ്. അതെനിക്ക് തിരിച്ചു വേണം. എൻ്റെ മോള്, അവൾ എൻ്റെ ചോരയിൽ ജനിച്ച കുഞ്ഞാണ് എന്ന് സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, പക്ഷേ ഗൗരി മോൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അവളുടെ അച്ഛൻ ഗൂഗിൾ സാറാണ്. അവൾക്കത് വെറും അച്ഛനല്ല, അവളുടെ ലോകം തന്നെയാണത്. അതുപോലെ തന്നെയാണ് അർച്ചനയും. ഓർമ്മകൾ തിരിച്ചു കിട്ടാത്ത അർച്ചനയ്ക്ക് സച്ചി വെറുമൊരു അപരിചിതൻ മാത്രമാണ് എന്ന് ആരതി പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, വക്കീൽ എന്തൊക്കെ പറഞ്ഞാലും ന്യായം എൻ്റെ ഭാഗത്തല്ലേ? നിയമം എൻ്റെ കൂടെയല്ലേ നിൽക്കൂ? ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, അതെ, ഈ പ്രശ്നം കോടതിയിലെത്തിയാൽ നിയമം സച്ചിയുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ അർച്ചനയോ? അർച്ചന ആരുടെ കൂടെ നിൽക്കും? സച്ചിയുടെയോ അതോ ഗൂഗിൾ സാറിൻ്റെയോ? നിയമപരമായി ആ കുടുംബത്തിൽ നിന്നും അവരെ അടർത്തി മാറ്റിക്കൊണ്ടുവരാൻ സച്ചിക്ക് സാധിക്കും. പക്ഷേ എന്നാലും എപ്പോഴും അർച്ചനയുടെ ഭർത്താവ് ഗൂഗിൾ സാർ തന്നെയായിരിക്കും. അങ്ങനെയുള്ളൊരു ഭാര്യയും മോളെയുമാണോ സച്ചിക്ക് വേണ്ടത്? ഇവിടെ തകരാൻ പോകുന്നത് രണ്ട് കുടുംബങ്ങളായിരിക്കും. നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ഗൂഗിൾ സാർ പറഞ്ഞതുപോലെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, അല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആരതി. പക്ഷേ എത്ര കാലം? എന്നാണ് ഇതിൻ്റെ അവസാനം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്തായാലും ദൈവം ഇതുവരെ എത്തിച്ചില്ലേ? നിങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. പേടിയേണ്ട, അർച്ചനയും കുഞ്ഞും സച്ചിയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ആരതി. ഇതേ സമയം തന്നെ ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വളരെയധികം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് അർച്ചന. സച്ചിയെക്കുറിച്ചും അർച്ചന ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ എന്തു ചെയ്യും? 10 വർഷം എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെയും എൻ്റെ മോളെയും സ്നേഹിച്ച ആളാണ് ഗൂഗിൾ. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അദ്ദേഹത്തിനെ സന്തോഷങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നത്. അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ സച്ചിയേട്ടനെ മറക്കുന്നത് എനിക്ക് മരണതുല്യമാണ്. ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഈ സമയം ഇപ്പോൾ അർച്ചനയുടെ മനസ്സാക്ഷി അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. ഇത്തരം ഭ്രാന്തൻ ചിന്തകളൊക്കെ നീ കളയും. അദ്ദേഹം നിൻ്റെ ഭൂതകാലമൊക്കെ മറക്കണമെന്ന് പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പഴയത് ഒഴിവാക്കുക എന്നതാണ് എന്ന് മനസാക്ഷി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കത് സാധിക്കില്ല എന്ന്. ഉടനെ മനസാക്ഷി ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ സന്തോഷം മാത്രം നോക്കി ഇവിടെ കഴിയുമ്പോൾ അവിടെ നിൻ്റെ കുടുംബം, സച്ചിയേട്ടൻ എല്ലാവരും ദുഃഖത്തിൻ്റെ പഴുകുടിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ കയറി നിന്ന് അവന്തിക താണ്ഡവമാടുകയാണ് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അവർ ആ വാടക വീട്ടിൽ അനുഭവിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും കാരണക്കാരി ആ അവന്തികയാണ്. ആ ചതിക്കെതിരെ
പോരാടേണ്ട നീയാണ് ഇവിടെ ഗോകുലിൻ്റെ സ്നേഹത്തിൻ്റെ ഒളിവിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് മനസാക്ഷി പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്? കണ്ടില്ലേ ഗോകുലിൻ്റെ തകർച്ച എന്നൊക്കെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് മനസാക്ഷിയോട് ചോദിക്കുന്നുണ്ട് അർച്ചന. ഇത് കേട്ടുകൊണ്ട് മനസാക്ഷി പറയുന്നുണ്ട്, ഞാൻ എന്തിനിതൊക്കെ നോക്കണം? എനിക്ക് സച്ചിയേട്ടനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്ക് ഗോകുലിനോട് ക്രൂരത കാണിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ഉടനെ മനസാക്ഷി ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? പ്രേമിച്ച് വിവാഹം ചെയ്ത ഭാര്യ മരിച്ചിട്ടും അയാൾ ജീവിച്ചില്ലേ? നീ പോയാൽ അയാൾ ജീവിക്കും, പക്ഷേ അർച്ചനയില്ലെങ്കിൽ ശശി ജീവിക്കില്ല എന്നൊക്കെ മനസാക്ഷി പറയുമ്പോൾ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, മതി നിർത്ത്. എനിക്ക് മോളെ ഗോകുലിനെയും ഉപേക്ഷിക്കാൻ കഴിയില്ല, ഈ കുടുംബത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. രണ്ടുപേരും ഞാൻ കാരണം വേദനിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പോയാൽ ഗോകുൽ തകരും, ഞാൻ പോകാതിരുന്നാൽ സച്ചിയേട്ടൻ മരിക്കും. ഈ ധർമ്മസങ്കടം ഞാൻ എങ്ങനെ മറികടക്കും എൻ്റെ ഈശ്വര എന്നൊക്കെ വിചാരിച്ചിരുന്ന് കരയുന്നുണ്ട് ഇപ്പോൾ അർച്ചന കരയുന്നത് കണ്ടിട്ട് ഇപ്പോൾ ഗൗരി ഇപ്പോൾ ഉറക്കം ഉണരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കരയുന്നത്? അമ്മ പേടിച്ചോ? അമ്മ പേടിക്കണ്ട, എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി കേട്ടോ, അമ്മയുടെ പേടിയൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഗൗരി മോള് അർച്ചനയെ പിടിച്ച് കിടത്തുന്നുണ്ട്. അങ്ങനെ മോളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അർച്ചന. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ഗോകുൽ ആരതിയെ കാണാനായി വന്നിരിക്കുന്നു. ഗോകുൽ ഇപ്പോൾ ആരതിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഒഴിവാക്കാൻ പറഞ്ഞത് തനിക്ക് ബുദ്ധിമുട്ടായെന്ന് എനിക്കറിയാം, പക്ഷേ ഈ അവസ്ഥയിൽ അയാളെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഗോകുൽ പറയുന്നു. എനിക്ക് സാറിൻ്റെ അവസ്ഥ മനസ്സിലാകും എന്ന് ആരതിയും പറയുന്നുണ്ട്. തൽക്കാലം നമുക്കതിനെപ്പറ്റി വിടാം, ഇപ്പോൾ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സച്ചിയുടെ കേസ് പഠിക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു, എങ്കിലും ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ്, ന്യായവും സത്യവും അയാളുടെ ഭാഗത്ത് തന്നെയാണ് എന്ന് ഗോകുൽ പറയുമ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് സച്ചിക്ക് നീതി കിട്ടുമെന്നാണോ? ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, അതെ, തീർച്ചയായിട്ടും ആരതിക്ക് ഈ കേസിൽ ജയിക്കാൻ സാധിക്കും എന്ന് ഗോകുൽ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എനിക്ക് ഈ കേസ് ഏറ്റെടുത്ത അന്ന് തന്നെ മനസ്സിലായതാണ് സാർ, എല്ലാം നഷ്ടപ്പെട്ടത് സച്ചിക്കും കുടുംബത്തിനും മാത്രമാണ്. നഷ്ടപ്പെടുന്നവർക്ക് എല്ലാം തിരിച്ചു കിട്ടുന്നതല്ലേ സാർ ന്യായം എന്ന് ആരതി ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അതെ, തീർച്ചയായിട്ടും അതിലെനിക്ക് ഒരു തർക്കവുമില്ല, പക്ഷേ യുദ്ധങ്ങൾ എപ്പോഴും നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ ഇപ്പോൾ അവർ സംസാരിക്കുകയാണ്. ശേഷം ഇപ്പോൾ ഗൂഗിൾ ആരതിയോട് പറയുന്നുണ്ട്, ആരതിക്ക് അറിയാമോ, എൻ്റെ ഇസബെല്ല നഷ്ടപ്പെട്ടതിൻ്റെ തകർച്ചയിൽ അതിൽ നിന്നും ഞാൻ കരകയറിയതിന് കാരണം അർച്ചനയായിരുന്നു. പതിയെ പതിയെ എൻ്റെ ഇസബെല്ലയുടെ സ്ഥാനത്ത് അവളെ കണ്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എൻ്റെ തെറ്റായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനി ഓർമ്മ വരുമ്പോൾ അവളോട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എനിക്ക് മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരും. അതെനിക്ക് ഉറപ്പാണ്. ആ നിമിഷത്തെ നേരിടാനുള്ള ശക്തി എനിക്കില്ല എന്ന് ഗോകുൽ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, മനഃപൂർവ്വം സച്ചിയെ ദ്രോഹിക്കാൻ സാർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, എൻ്റെ നെഞ്ച് നീറുകയാണ്. സച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ അയാളുടെ മുന്നിലേക്ക് പോകാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ ഒഴിവാക്കാൻ പറഞ്ഞത്. 10 വർഷമായി ഞാൻ കിട്ടിയ ഭർത്താവിൻ്റെ വിഡ്ഢിവേഷം അത് ഞാൻ പൂർണ്ണമായി ഒഴിവാക്കും, അതും അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ നിമിഷം തന്നെ എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, അർച്ചനയെ സാർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഒന്നും നമ്മൾക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളെ മറ്റൊരു ജീവിതത്തിൽ പറഞ്ഞു വിടുമെന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചിലത് ബലി കഴിപ്പിക്കേണ്ടി വരും എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഇനി എന്തായാലും കമ്മീഷൻ റിപ്പോർട്ട് ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കും, ബാക്കിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് അവന്തിക്ക് ഇപ്പോൾ അർച്ചനയെ കാണാനായി ഇപ്പോൾ അവിടേക്ക് അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. അവന്തിക്ക് കണ്ടപാട് തന്നെ ശോഭന പറയുന്നുണ്ട്, നല്ലയാളാണ്, എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോഴല്ല സമൃദ്ധി എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ ഇപ്പോൾ ശോഭന അർച്ചനയെ വിളിക്കുന്നുണ്ട് സമൃദ്ധ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ അർച്ചന താഴേക്ക് ഇറങ്ങി വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അവന്തിക കാണുന്നത്. അവന്തിക കണ്ടതും അർച്ചനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അതൊന്നും അവന്തികയെ കാണിക്കാതെ കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന വളരെയധികം സന്തോഷത്തോടെ തന്നെ അവന്തികയോട് സംസാരിക്കുന്നതായി ഭാവിക്കുന്നു. എന്താ സമൃദ്ധ, കുറച്ച് നാളായി വരവും വിളിയും ഒന്നുമില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാനിവിടെ കുഞ്ഞിൻ്റെ കാര്യവുമായി കുറച്ച് തിരക്കിലായിരുന്നു എന്ന്. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ശോഭന. അങ്ങനെ ഇപ്പോൾ അർച്ചനയും അവന്തികയും കൂടി സംസാരിക്കുന്നു. ഗൂഗിൾ ഇവിടെ ഇല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോയതാണ്, ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട് അർച്ചന. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യം സമൃദ്ധ ഗൂഗിളിനോട് സൂചിപ്പിച്ചിരുന്നു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ
അർച്ചന പറയുന്നുണ്ട് ഞാനതെല്ലാം പറഞ്ഞിരുന്നു എന്ന്. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നതല്ല. എങ്കിലും അവന്തികയുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിനോട് സംസാരിച്ചത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് മാത്രമല്ലല്ലോ അവന്തിക, ഗൂഗിളിൻ്റെയും അടുത്ത സുഹൃത്തല്ലേ. ഗൂഗിൾ സഹായിക്കാതിരിക്കില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നൊക്കെ അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്. ആ കേസ് തോറ്റാൽ പിന്നെ എൻ്റെ കാര്യം അധോഗതിയാണ് എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കറിയാം ഈ കേസ് അവന്തിക തോറ്റാൽ പിന്നെ ആ പഴയ അവസ്ഥയിലേക്ക് അവന്തികയ്ക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ഓർക്കാതെ അർച്ചന പറയുമ്പോൾ അതിന് സമൃദ്ധ എന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് അവന്തിക. ഉടനെ അർച്ചന കയറി പറയുന്നുണ്ട്, അതിന് സ്വത്തുക്കളൊക്കെ ഇല്ലെങ്കിൽ ആരായാലും പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഒരുവിധം പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, അത് സമൃദ്ധ പറഞ്ഞത് ശരിയാണ്. കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കിയ സമ്പത്തിലാണ് അവൻ കണ്ണു വെച്ചിരിക്കുന്നത്. അതെനിക്ക് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ അതെ, ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവന്തിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കഷ്ടപ്പെടാതെ ആർക്കും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ലല്ലോ എന്നും അർച്ചന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോകുൽ ഇപ്പോൾ അകത്തേക്ക് വരുന്നു. ഗോകുൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടായിരുന്നു വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം അവന്തിക എപ്പോൾ എത്തി എന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൽ. വന്നതേയുള്ളൂ എന്ന് അവന്തിക പറയുന്നുണ്ട്. എന്താണ് പ്രത്യേകിച്ച് എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ, സമൃദ്ധയെ കണ്ടിട്ട് കുറച്ച് നാളായി, പിന്നെ കേസിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഗോകുലുമായി സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് അവന്തിക പറയുന്നു. ഞാനും ചില കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്ന് ഗോകുലം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നത് നല്ല കാര്യമായി അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഏയ് നമുക്ക് മുകളിലേക്ക് ഇരുന്നാലോ എന്ന് ഗോകുൽ ചോദിക്കുന്നു. എന്നിട്ട് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്നും മുകളിലേക്ക് പോകുന്നുണ്ട്. ഉടനെ ഇപ്പോൾ അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട്, താങ്ക് യു സമൃദ്ധ, ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മുകളിലേക്ക് അവന്തികയും കയറി പോകുന്നുണ്ട്. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അർച്ചന. ഈ സമയം തന്നെ ജ്യൂസുമായി ശോഭന അവിടേക്ക് വരുന്നുണ്ട്. അവരെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ശോഭന. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഗൂഗിൾ ഇപ്പോൾ വന്നിരുന്നു, അവരിപ്പോൾ കേസിൻ്റെ കാര്യം സംസാരിക്കാനായി മുകളിലേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, എങ്കിലൊരു കാര്യം ചെയ്യും, മോളി ജ്യൂസ് കൊണ്ട് അവന്തികയ്ക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവന്തികയ്ക്ക് ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട് അർച്ചന. അങ്ങനെ ഈ സമയം ഇപ്പോൾ ഗൂഗിളും അവന്തികയെ കൂടി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്താ ഗൂഗിൾ പതിവില്ലാത്തൊരു ഗൗരവം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഗൗരവം ആവശ്യമാണല്ലോ എന്നൊക്കെ പറയുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, ചില ബുദ്ധികൾ നമ്മുടെ തലയിൽ വൈകിയല്ലേ ഉദിക്കൂ. പിന്നെ ഗൂഗിളിനെ പോലെ സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റിന് ചമ്മലൊന്നും വേണ്ട, മനസ്സിലുള്ള ഡീൽ അത് എത്ര വലിയ എമൗണ്ട് ആയാലും എന്നോട് പറഞ്ഞോളൂ, അത് ഞാൻ തന്നിരിക്കും. പക്ഷേ ഗൂഗിൾ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എനിക്ക് അനുകൂലമായാൽ മാത്രം മതി എന്ന് അവന്തിക പറയുമ്പോൾ, അതിന് ഈ അഡ്വക്കേറ്റ് ഗൂഗിൾ രാജ് ഒരിക്കൽ കൂടി ജനിക്കണം എന്ന് അവന്തികയോട് പറയുകയാണ് ഇപ്പോൾ ഗൂഗിൾ. ഇത് കേട്ട് വല്ലാതാകുന്നുണ്ട് ഇപ്പോൾ അവന്തികയ്ക്ക്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.